നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാർ പീഡന കേസ്. കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികൾ. ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തി സിബിഐ അന്തിമ കുറ്റപത്രം എറണാകുളം സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്ത കുറ്റം പീഡന വിവരം മറച്ചുവെച്ചെന്നും പോലീസിൽ വിവരം അറിയിച്ചില്ലെന്നും സിബിഐ കണ്ടെത്തൽ. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ. സ്വർണ്ണക്കപ്പ് തൃശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വിജയദിനം ആഘോഷിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾ. കണയം 1-ാം വാർഡ് വികസന മുന്നണിയുടെ പേരിൽ പുറത്തിറങ്ങിയ നോട്ടീസ് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ലക്ഷ്മണനെയും CPM-നെയും അപകീർത്തിപ്പെടുത്താൻ മാത്രമാണെന്ന് CPM. വികസന മുരടിപ്പാണെന്ന് കാണിച്ച് വ്യക്തിഹത്യ നടത്തിയതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർ ലക്ഷ്മണൻ. ഒരു വികസന പ്രവർത്തനങ്ങൾക്കും താൻ എതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്നും 14-ാം വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ. അഴിമതി കാണിച്ച JHIയെ മുതുതല പഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും തീരുമാനം മറച്ചുവെച്ച് ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. അഴിമതിക്കാരെ ഗ്രാമപഞ്ചായത്ത് വച്ചുപൊറുപ്പിക്കില്ല. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷമായിട്ടും ബസ് റൂട്ട് അനുവദിച്ചില്ല. കോട്ടായി മേഖലയിലെ മന്തംപുള്ളി, മൂലോട്, ആനിക്കോട് റൂട്ടിൽ യാത്രാ ദുരിതം. അധികൃതരുടെ ഭാഗത്തുനിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ NREGS തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടനംകുറിശി വലിയ തോട്ടിൽ തടയണ നിർമ്മാണം പുരോഗമിക്കുന്നു. തടയണകൾ നിർമ്മിക്കുന്നത് വേനലിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11-ന്. വാർത്തകൾ വിശദമായി. വാളയാർ പീഡന കേസിൽ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികൾ. ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തി CBI അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ചു. പീഡന വിവരം മറച്ചുവെച്ചു, പോലീസിൽ അറിയിച്ചില്ല എന്നതാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്ത കുറ്റം. IPC, പോക്സോ നിയമങ്ങൾ പ്രകാരമാണ് മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് കുടുംബം അറിയിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ കൊന്നവരെ കണ്ടെത്തിത്തരണ്ട, അവർ രണ്ടുപേരും പീഡിപ്പിക്കപ്പെട്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ, അത് കണ്ടെത്തിത്താ എന്ന്. അപ്പോൾ ഇവരുടെ അന്വേഷണം ഞാൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ അന്വേഷണം മക്കളത് കൊലപാതകമാണെന്നുള്ള അന്വേഷണം എത്തുന്നത് വരെയും പൂർണ്ണമായിട്ട് നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ആ അന്വേഷണം വരട്ടെ. അതുവരെ എനിക്ക് നിങ്ങളെയും വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മളെ തുടക്കം മുതലേ ചതിച്ചത് പോലീസുകാരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് നമ്മൾ അവരെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവരത് ചെയ്യുന്നില്ല. മൂത്ത മകൾ മരിച്ച സമയത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പല തവണ വളരെ ശേഷം അവർ വിളിപ്പിച്ച് നമുക്ക് തന്നില്ല. രണ്ടാമത്തെ മകൾ മരിച്ച ശേഷമാണ് 2 പേര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുമിച്ച് കൈ കിട്ടുന്നത്. അപ്പോൾ വായിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് വായിച്ചിട്ട് അവരോ പറയുന്നത് 2 മക്കളും പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളെ മൂത്ത കുഞ്ഞ് മരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പോയപ്പോൾ തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകളെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും. അതും അവരെന്നെ നഷ്ടപ്പെടുത്തി. അപ്പോൾ തുടക്കം മുതലേ അട്ടിമറിച്ചതും കേസ് ഈ തരത്തിൽ തെളിയാൻ പാടാൻ ആഗ്രഹിച്ചതും പോലീസുകാർ. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ടീം അംഗങ്ങൾക്ക് ജില്ലയുടെ വിവിധ മേഖലകളിൽ സ്വീകരണം നൽകി. റവന്യൂ മന്ത്രി K. രാജൻ, ചാലക്കുടി MLA TJ സനീഷ് കുമാർ എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി. സ്വീകരിക്കുന്നു. അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം അരുളുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അതുപോലെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയ്ക്കും സമ്മാനിക്കുന്നു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയാണ് തൃശ്ശൂരിലെത്തിച്ചത്. കൊരട്ടിയിലെ സ്വീകരണത്തിനു ശേഷം പുതുക്കാട്, ഒല്ലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് 11:30 തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ അങ്കണത്തിൽ ടീമിനെ ഘോഷയാത്രയായി വരവേറ്റ് തൃശൂർ ടൗണിലേക്ക് ആനയിച്ചു. ടൗൺ ഹാളിൽ സ്വീകരണ സമ്മേളനം നടന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കലോത്സവ വിജയത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും വ്യാഴാഴ്ച വിജയദിനമായി ആചരിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 2 ദിവസം മുൻപ് കണയം 1-ാം വാർഡ് വികസന മുന്നണിയുടെ പേരിൽ പുറത്തിറങ്ങിയ നോട്ടീസ് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ലക്ഷ്മണനെയും CPM-നെയും അപകീർത്തിപ്പെടുത്താൻ മാത്രമാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. തന്നെ വ്യക്തിഹത്യ നടത്തിയതിന് നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ലക്ഷ്മണൻ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് ഷൊർണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ലക്ഷ്മണനും CPM നേതാക്കളും ഇക്കാര്യം അറിയിച്ചത്. കണയം പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ തടയുന്നത് ആര് എന്ന് അച്ചടിച്ച് കണയം 1-ാം വാർഡ് വികസന സമിതിയുടെ പേരിൽ നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു. ഇതിൽ CPM എന്ന ഈ വഞ്ചക പാർട്ടിയെ തിരിച്ചറിയുക, കരിമ്പനയ്ക്കൽ ഗൗരിയമ്മ പടി മുതൽ കണയം ശ്രീകുറുമ്പക്കാവ് വരെയുള്ള റോഡ് എങ്ങനെ മുടങ്ങി,
BJPയാണ് റോഡ് തടസ്സപ്പെടുത്തിയത് എന്നത് വ്യാജ പ്രചരണമാണെന്നും നോട്ടീസിൽ പരാമർശിക്കുന്നു. 14-ാം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CPIM നേതാവ് ലക്ഷ്മണനാണ് ഈ പദ്ധതിയെ എതിർത്തതെന്നും നോട്ടീസിൽ വിവരിക്കുന്നുണ്ട്. ഇന്നലെ 8/1/25 കണയം 1-ാം വാർഡ് പ്രദേശത്ത് വ്യാപകമായ നോട്ടീസുകൾ പ്രചരിച്ചതായി കണ്ടു. അതിൻ്റെ കോപ്പി എൻ്റെ കൈവശം ലഭിക്കുകയുണ്ടായി. അതിൽ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ വളരെ മോശമായി പരാമർശിച്ചു കണ്ടു. ഞാൻ ഇന്നേ വരെ കൗൺസിലിലോ പൊതുരംഗത്തോ ഒരു വികസന പ്രവർത്തനത്തിനും എതിരായി പ്രവർത്തിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. എങ്കിലും ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനം നടത്തുന്നതിനെതിരെ നിയമ നടപടിക്ക് മുന്നിലിറങ്ങും എന്ന് മാത്രം പറയും. ഇതിൽ പ്രതിഷേധിച്ചും വസ്തുതകൾ വിശദീകരിക്കാനുമാണ് CPIM നേതാക്കൾ വാർത്താസമ്മേളനം നടത്തിയത്. നമ്മുടെ നഗരസഭയിലെ 14-ാം വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KM ലക്ഷ്മണനെതിരെ പേര് വെച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ചില പരാമർശങ്ങൾ ഇതിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% തെറ്റാണ്. 2-ാം വാർഡിലെ ഒരു റോഡ് വികസനത്തിനെതിരെയും 14-ാം വാർഡ് കൗൺസിലർ നഗരസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇപ്പോൾ കൗൺസിലൊക്കെ വളരെ സുതാര്യമാണ്, ആർക്ക് വേണമെങ്കിൽ വിവരാവകാശം വെച്ചെടുക്കാവുന്നതാണ്. എന്നാൽ 1-ാം വാർഡിലെ റോഡ് മുടക്കാൻ വേണ്ടി 2-ാം വാർഡിലെ കൗൺസിൽ ഉന്നയിക്കുകയും എഴുതി കൊടുത്തതിൻ്റെ രേഖ നമുക്ക് വേണമെങ്കിൽ വിവരാവകാശം കൊടുത്താൽ കിട്ടും. ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്താന്ന് അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് വെക്കാം. ഇത് രാഷ്ട്രീയ പാർട്ടി ലേബിൾ പറഞ്ഞ് ചില സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ബ്രോക്കർ പണിയെടുക്കുന്ന ചില ആളുകൾ ഇപ്പോൾ ആ പ്രദേശത്ത് വന്നിട്ടുണ്ട്. CPIM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. ജയബാലൻ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ KM, 1-ാം വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമത്ത് ഫർസാന, CPIM കണയം വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഴിമതി കാണിച്ച JHIയെ മുതുതല പഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും ഈ തീരുമാനം മറച്ചുവച്ച് ജനങ്ങളുടെ മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. UDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി പഞ്ചായത്ത് അധികൃതർ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്നും അധികൃതർ പറഞ്ഞു. എല്ലാവരുടെയും സഹായത്തോടെ പാലിയേറ്റീവ് സൊസൈറ്റി 2017 പുതിയ വാഹനം വാങ്ങി മെഡിക്കൽ ഓഫീസർ നേതൃത്വം നൽകുന്ന പാലിയേറ്റീവ് സമിതിക്ക് കൈമാറി. പഞ്ചായത്ത് സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ പേരിൽ ഓണർഷിപ്പ് എടുക്കുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കൺവീനറായിരുന്ന അന്നത്തെ പ്രസിഡന്റിന്റെ പേരിലാണ് വണ്ടി വാങ്ങുന്നതിനായി കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായത്. ആരോഗ്യമേഖലയിലെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നത് മെഡിക്കൽ ഓഫീസറാണ്. അതിൻ്റെ ഭാഗമായുള്ള പാലിയേറ്റീവ് പരിചരണ പദ്ധതി നടപ്പിലാക്കുന്നതിൽ JHI ഉണ്ണേഷൻ വലിയ അഴിമതി നടത്തിയതായി ബോധ്യപ്പെട്ടിരുന്നു. ഇത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പാലിയേറ്റീവ് സമിതിയുടെ ഡ്രൈവറുടെയും പാലിയേറ്റീവ് സമിതി കൺവീനറുടെയും പരാതിയെ തുടർന്നാണ്. ഇത് അറിഞ്ഞ ഉടനെ മെഡിക്കൽ ഓഫീസറെയും JHIയെയും വിളിച്ച് അന്വേഷിച്ച് JHI ഉണ്ണികൃഷ്ണൻ തൻ്റെ തെറ്റ് സമ്മതിച്ച് എഴുതി തരുകയും ചെയ്തിരുന്നു. പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെട്ടത് പ്രകാരം പിന്നീട് രേഖ ചമയ്ക്കുന്നതിനും ഓഫീസിൽ ഇടപെടുന്നതിനും അവസരം ഇല്ലാതിരിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JHI ഉണ്ണികൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ഭരണസമിതി അംഗീകരിച്ചു. പഞ്ചായത്ത് രാജ് ആക്ട് ചട്ടം 8 ഉപചട്ടം പ്രകാരമാണ് JHIയെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ നിയമനാധികാരമുള്ള ഉദ്യോഗസ്ഥനെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ എന്ന DMOയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഷൻ മെഡിക്കൽ ഓഫീസർ അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യാനാണ് DMO തയ്യാറായത്. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും പോകാനാണ് മുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഇത് മറച്ചുവെച്ച് ജനങ്ങളുടെ മുൻപിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അഴിമതിക്കാർക്കെതിരെ നിയമാനുസരണം നടപടി ഉണ്ടാകുന്നതിന് ഭരണസമിതി ജനങ്ങളുടെ മുൻപിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നതായും പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരുടെ സഹകരണത്തോടെയാണ് നമ്മളൊരു പുതിയ വാഹനം വാങ്ങുന്നത്. അപ്പോൾ ആ വാഹനം അന്ന് തന്നെ പാലിയേറ്റീവ് സമിതിക്ക് നമ്മൾ വിട്ടുകൊടുത്തതാണ്. ആ വാഹനം വാങ്ങുമ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ മെഡിക്കൽ ഓഫീസറും പിന്നെ അന്നത്തെ സെക്രട്ടറിയും അവരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സമിതിയുടെ തീരുമാനപ്രകാരം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പാലിയേറ്റീവ് സമിതിയുടെ കൺവീനർ കൂടിയായ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ വാഹനം വാങ്ങാനിടയായത്.
ആ വാഹനം വാങ്ങിയ അന്ന് മുതൽക്ക് തന്നെ നമ്മളത് പാലിയേറ്റീവ് സമിതിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് അത് ആ പാലിയേറ്റീവ് സമിതിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകളും നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഓഫീസർമാരാണ്. മെഡിക്കൽ ഓഫീസറാണ് പാലിയേറ്റീവ് സമിതി ആയാലും മറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രൊജക്റ്റുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് മെഡിക്കൽ ഓഫീസറാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചില ക്രമക്കേടുകൾ അവിടുത്തെ ജയിച്ച് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠൻ്റെയും പാലിയേറ്റീവ് സമിതിയുടെ കൺവീനറുടെ ഒരു പരാതി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജയിച്ച് ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം, ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തു. വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോവുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് സി മുകേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ടീച്ചർ, ബുഷ്ര സമദ്, സുബീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. റോഡ് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷമായിട്ടും ബസ് റൂട്ട് അനുവദിച്ചിട്ടില്ല. മന്തമ്പുള്ളി മൂലോട് ആനിക്കോട് റോഡിൽ യാത്രാദുരിതം തുടരുന്നു. 10,000-കണക്കിന് യാത്രക്കാരുടെ യാത്രാദുരിതത്തിന് പരിഹാരമായി റോഡ് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷമായിട്ടും ബസ് റൂട്ട് അനുവദിക്കാത്തതിനാൽ മാത്തൂർ പഞ്ചായത്തിലെ മന്തമ്പുള്ളി മൂലോട് ആനിക്കോട് റൂട്ടിൽ യാത്രാദുരിതം തുടരുകയാണ്. നബാർഡിന്റെ ഫണ്ട് ചെലവഴിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച മാത്തൂർ പഞ്ചായത്തിലെ ബംഗ്ലാവ് സ്കൂൾ മൂലോട് വെട്ടിക്കാട് റോഡ് 2015 ജനുവരി 9-ന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തതാണ്. ഷാഫി പറമ്പിൽ അധ്യക്ഷനും MP രാജേഷ് മുഖ്യാതിഥിയുമായിരുന്നു. 1 മാസത്തിനകം ബസ് റൂട്ട് അനുവദിക്കുമെന്ന് ഉദ്ഘാടനവേളയിൽ മന്ത്രി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷം 10 കഴിഞ്ഞിട്ടും ബസ് റൂട്ട് അനുവദിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. മാത്തൂർ പഞ്ചായത്തിലെ കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയാണിത്. കോട്ടായി കുഴൽമന്തം പ്രധാനപാതയിൽ, മാത്തൂർ ബംഗ്ലാവ് സ്കൂൾ മുതൽ കോട്ടായി പൂടൂർ പാലക്കാട് പ്രധാനപാതയിൽ ആനിക്കോടിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, 3 LP സ്കൂളുകൾ, നിരവധി ക്ഷേത്രങ്ങൾ, മുസ്ലിം പള്ളി തുടങ്ങി ഒട്ടനവധി പൊതുസ്ഥാപനങ്ങളിലേക്കും ആശ്രയമായ റോഡാണിത്. ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ വലിയ തുക വാടക നൽകി ഓട്ടോ ടാക്സി വിളിച്ചാണ് ഇവിടുത്തുകാർ യാത്ര ചെയ്യുന്നത്. ഉദ്ഘാടനവേളയിൽ മന്ത്രി നൽകിയ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. മന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടാതെ ജനങ്ങളെ യാത്രാക്ലേശത്തിലാക്കിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനുവരി മാസം 9-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട റോഡാണ് ബംഗ്ലാവ് സ്കൂൾ മുതൽ ആനിക്കോട് വരെ പോകുന്ന റോഡ്. ഏകദേശം ഇതിനകത്ത് 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യാൻ സൗകര്യമുള്ള റോഡായിരിക്കണം. 2019 ഇബ്രാഹിം കുഞ്ഞ് അന്ന് പ്രഖ്യാപിച്ചത് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ബസ് റൂട്ട് അനുവദിക്കും എന്ന് പറയുകയും ചെയ്തു. പിന്നീട് അത്തരത്തിലുള്ള ബസ്സുകളായി അനുവദിക്കുകയോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു നടപടി എടുത്ത് ബസ് റൂട്ടാക്കി പോകുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള നിവാസികൾക്ക് വളരെ സൗകര്യമായിരിക്കും. എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെട്ട് അത് ബസ് റൂട്ടാക്കി മാറ്റണം എന്ന്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാടനാംകുറിശി വലിയ തോട്ടിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് തടയണകൾ നിർമ്മിക്കുന്നത്. എല്ലാ പ്രദേശങ്ങളിലും ജലലഭ്യത ഉറപ്പുവരുത്താൻ തോട്ടിൽ ഇടവിട്ടാണ് തടയണ നിർമ്മിച്ചിരിക്കുന്നത്. വരും വേനലിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ തടയണ നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വാടനാംകുറിശി വലിയ തോട്ടിലാണ് തടയണ നിർമ്മാണം പുരോഗമിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രമദാനത്തിലാണ് തടയണ നിർമ്മാണം. വരും വേനലിൽ ജനങ്ങൾക്കും കൃഷിക്കും ജലസമൃദ്ധി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് NREGS ഓവർസിയർ അൻസാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തോടിൻ്റെ ചുറ്റുഭാഗം കാണുന്നത് പോലെ മനോഹരമായ കൃഷികളാണ്. ആ കൃഷിക്ക് വേണ്ട വെള്ളം കൃഷിക്കാർക്ക് ലഭിക്കുക, അതുപോലെ തൊട്ടടുത്തുള്ള പച്ചക്കറി കൃഷിക്ക് വെള്ളം ലഭിക്കുക, ഇതുപോലെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മൺതടയണകൾ ഈ തോട്ടിൽ നിർമ്മിക്കുന്നത്. ഈ തടയണക്കടുത്ത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും. ആളുകൾ കുളിക്കാനും തിരുമ്പാനും വരെ ഈ വെള്ളത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മനോഹരമായ രീതിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ തടയണ ഇവിടെ കെട്ടി നിർത്തിയിട്ടുള്ളത്.
വടികളും മറ്റും ഉപയോഗിച്ച് ഭിത്തിയൊരുക്കി മണ്ണ് നിറച്ച് പൂർണ്ണമായും ജൈവ രീതിയിലാണ് തടയണയുടെ നിർമ്മാണം. എല്ലാ പ്രദേശങ്ങളിലേക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ തോട്ടിൽ ഇടവിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. തടയണയിൽ ജലസമൃദ്ധിയായാൽ പ്രദേശത്തെ ഏക്കർ കണക്കിന് നെൽകൃഷിക്കും ജനങ്ങൾക്കും വലിയ സഹായകമാകും. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. 6 ലക്ഷത്തോളം കുട്ടികളും 1 ലക്ഷത്തോളം അധ്യാപകരുമുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തഴയുന്നതായി പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. ജനുവരി 11-ന് പറളി സ്കൂളിൽ നടക്കുന്ന കായികമേളയോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും എല്ലാ ജില്ലകളിലും ഇല്ല എങ്കിലും ചില പരിപാടികൾ കോമൺ ആയിട്ട് ഇപ്പോൾ സ്പോർട്സും ആർട്സ് ഫെസ്റ്റ് ഇതൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതിനൊരു സംസ്ഥാന തലത്തിലൊരു ഏകീകൃത രൂപം ഇപ്പോഴും ആയിട്ടില്ല. അതിന് ഫണ്ടിന്റെയും അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു ജില്ലക്കാർ അതിനൊരു മുൻകൈ എടുക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പാലക്കാട് ജില്ലയിൽ സ്ഥിരമായിട്ട് ഇപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് സർക്കാർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഇതും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ്. ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നവരും കേരളത്തിൽ തന്നെ BEd TTC ഒക്കെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. അവരും ഇവിടുത്തെ ജീവനക്കാരാണ്. പക്ഷെ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നു. ഇപ്പൊ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അത് ഞങ്ങളുടെ മേഖലയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ഞങ്ങൾ 3-4 വർഷമായി പറളി ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ കായിക അഭിരുചി വളർത്തുന്നതിനായിട്ടാണ് കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉൾക്കൊണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിരന്തരം പരിശീലനം നൽകുന്നുണ്ട്. AKPSAയുടെ കായിക മത്സരങ്ങൾ ജനുവരി 11-ന് പറളി സ്കൂളിൽ നടക്കും. ജില്ലയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കിഡ്സ്, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി ആൺ-പെൺ വിഭാഗങ്ങളിലായാണ് മത്സരം. മികച്ച വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സമ്മാനം നൽകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. പ്രസിഡന്റ് AV കൃഷ്ണൻകുട്ടി, രക്ഷാധികാരി M ബാലൻ, A അബ്ദുൽ ഖാദർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് നവോത്ഥാന കൂട്ടായ്മ. പാലക്കാട് 5 വിളക്കിന് സമീപം സംഘടിപ്പിച്ച നവോത്ഥാന ജ്വാല കൂട്ടായ്മ ഗുരുധർമ്മ പ്രചരണ യുവജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് മെമ്പർ സന്തോഷ് മലമ്പുഴ ഉദ്ഘാടനം ചെയ്തു. അനിവാര്യമായ ആചാര പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ വൈമുഖ്യം കാണിക്കുന്നത് ഫ്യൂഡൽ ചിന്താഗതിയാണ്. പരിഷ്കൃത ചിന്തകൾ സമൂഹത്തിൽ പുതിയ രൂപത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ ഹൈന്ദവ സമാജത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നവയാണെന്നും 5 വിളക്കിന് സമീപം നടന്ന നവോത്ഥാന ജ്വാല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സന്തോഷ് മലമ്പുഴ പറഞ്ഞു. മേൽവസ്ത്രം ധരിച്ചും ക്ഷേത്രപ്രവേശനം അനുവദിക്കുക, താന്ത്രിക വിദ്യ പഠിച്ച എല്ലാവരും ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാകുക, ശ്രീനാരായണ ഗുരുദേവ കൃതികളോടുള്ള ക്ഷേത്രങ്ങളിലെ അയിത്തം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം വി ചന്ദ്രൻ മണലി അധ്യക്ഷത വഹിച്ചു. ശശി കല്ലേപ്പുള്ളി, M അഖിലേഷ് കുമാർ, പ്രേമാരാമൻ, MK ചന്തം, K രാധാകൃഷ്ണൻ, N രാജേന്ദ്രൻ, P മുരുകദാസ്, V രാമസ്വാമി, V ജയകൃഷ്ണൻ, P ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ നഗരസഭ പട്ടികജാതി വികസന ഓഫീസ് മുഖാന്തിരം അഭ്യസ്തവിദ്യരായ പട്ടികജാതി യുവതി യുവാക്കൾക്കായി PSC പരിശീലനം ആരംഭിച്ചു. അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, ഷൊർണൂർ നഗരസഭ സെക്രട്ടറി രാജേഷ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു എന്നിവർ സംസാരിച്ചു. പട്ടികജാതി വികസന ഓഫീസർ മേഘ സ്വാഗതവും മഞ്ജുഷ നന്ദിയും പറഞ്ഞു. നമ്മൾ ഈ വർഷം ഒരു പുതിയ പ്രോജക്റ്റായിട്ട് വെച്ചതാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു PSC കോച്ചിങ് ആണ്. നമ്മളത് വെച്ചത് വലിയൊരു ലക്ഷ്യമായിട്ടാണ് വെച്ചത്. പക്ഷേ നമുക്ക് ഇത്തവണ വേണ്ടത്ര റെസ്പോൺസ് കിട്ടിയില്ല. ഈ PSC നിയമനം വേണ്ടാന്ന് വെച്ചിട്ടാണോ അതോ അല്ലാതെ തന്നെ കിട്ടും എന്നതുകൊണ്ടാണോ എന്ന് മനസ്സിലായില്ല. ഒരുപാട് മേഖലകളിൽ നമ്മുടെ ആളുകൾ ഉദ്യോഗാർത്ഥികളെ ഈ കോച്ചിങ്ങിന് വേണ്ടി ഇവിടെ എത്തിക്കാനായിട്ട് ഒരുപാട് ശ്രമം നടത്തി.
ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ആക്ഷൻ പ്ലാൻ രൂപീകരണത്തിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പദ്ധതി രൂപീകരണം പ്രഹസനമാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. ആക്ഷൻ പ്ലാനിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. 2023-24, 2024-25 രൂപീകരിച്ച പ്ലാനുകൾ ഒന്നും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. നിർധനരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട കട്ടിൽ പോലും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൃത്യമായ പദ്ധതി സമർപ്പിക്കാത്തതുകൊണ്ട് 1,75,00,000 രൂപ ലാപ്സായിപ്പോയി. ഇതിനൊന്നും മറുപടിയില്ല. വിശദീകരണങ്ങളില്ലാതെ പുതിയ ആക്ഷൻ പ്ലാനുമായി വന്നുകൊണ്ട് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനത്തോട് യോജിക്കാൻ കഴിയാത്തതിൽ ആക്ഷൻ പ്ലാൻ രൂപീകരണ യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. UDF അംഗങ്ങളായ PA ഷാനവാസ്, സലാം, സന്ധ്യ ടീച്ചർ, ഇബ്രാഹിം, നസീറ സുധീർ, സമീറ സിറാജ് എന്നീ 6 UDF അംഗങ്ങളാണ് ഇറങ്ങിപ്പോയത്. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ്, വെളുത്തേടത്ത് ഹക്കീം, അബ്ബാസ്, ബഷീർ, രാധാകൃഷ്ണൻ, സയ്യിദ് അൽവി പാറയ്ക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചാണ് പിരിഞ്ഞുപോയത്. നടപ്പിലാക്കാൻ കഴിയാതെ 23-24 വർഷത്തെ പോലും ആക്ഷൻ പ്ലാനുകളോ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളോ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തിഗത ആനുകൂല്യങ്ങൾ 2023-24 പദ്ധതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 24-25 അപേക്ഷ ക്ഷണിച്ചിട്ടേ ഉള്ളൂ. 25-26 പുതിയ ആക്ഷൻ പ്ലാനും വർക്കിംഗ് ഗ്രൂപ്പുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ഈ നടപ്പിലാക്കേണ്ട പദ്ധതികളൊന്നും നടപ്പിലാക്കാതെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട കട്ടിൽ പോലും കൊടുക്കാൻ ഈ പഞ്ചായത്ത് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ UDF ആരോപിച്ച സംഭവങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പദ്ധതി നടപ്പാക്കാൻ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ നിയമം വന്നതോടെ നടപ്പാക്കാതെ പോയതാണെന്നും അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ജനാധിപത്യവും മതനിരപേക്ഷതയും എന്ന വിഷയത്തിലാണ് ചർച്ച നടന്നത്. സെമിനാർ കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നാടിന്റെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരെ സംബന്ധിച്ചുമുള്ള അവരുടെ പ്രശ്നങ്ങളെ, നാടിന്റെ പൊതുവായ പ്രശ്നങ്ങളെ സമഗ്രതയിൽ കാണാനും സൂക്ഷ്മതയിൽ പരിഹരിക്കാനുമുള്ള പരിശ്രമങ്ങളും പല നിലയിലും നമ്മുടെ സമൂഹത്തിൽ വായനശാലകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ സെമിനാർ നടക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമാകാവുന്ന നിലയിൽ കേരള നിയമസഭ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് നേതൃത്വം നൽകുന്ന സമയമാണ് എന്നതാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ശിവപ്രസാദ് വിഷയാവതരണം നടത്തി. മാധ്യമപ്രവർത്തക V ശബ്ന MT അനുസ്മരണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം E രാമചന്ദ്രൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി K അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെയും ഷൊർണൂർ നഗരസഭയുടെയും നേതൃത്വത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനം ആദ്യമായിട്ടാണ് വ്യവസായ രംഗത്ത്, വാണിജ്യ വ്യവസായ രംഗത്ത് നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യവസായങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭക വർഷം 2024-25 ഭാഗമായി എൻ്റെ സംരംഭം നാടിൻ്റെ അഭിമാനം എന്ന നാമകരണത്തിലാണ് സഭ സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2022-23 പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രാദേശിക സംരംഭകരുടെ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംരംഭക സഭയുടെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു.
നഗരസഭ EDE MS കൃഷ്ണേന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വ്യവസായ വികസന ഓഫീസർ ബിനു ഗോപാൽ VK വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ലക്ഷ്മണൻ, CDS ചെയർപേഴ്സൺ സിന്ധു VC, നഗരസഭാ സെക്രട്ടറി രാജേഷ് PS എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ അധ്യാപക പരിഷത്ത് NTU പാലക്കാട് ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിലായി പട്ടാമ്പിയിൽ നടക്കും. 500 പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വീക്ഷണങ്ങളെക്കുറിച്ചും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും സമ്മേളനത്തിൽ സംവദിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളായി പട്ടാമ്പിയിൽ നടക്കും. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിലാണ് സമ്മേളനം. വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രതിനിധി സമ്മേളനം NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 11 ശനിയാഴ്ച രാവിലെ റിട്ടയർഡ് DGP ജേക്കബ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. NTU സംസ്ഥാന സെക്രട്ടറി T അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ MV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. RSS പട്ടാമ്പി ഖണ്ഡ് സംഘചാലക P ശിവകുമാർ സമാപന പ്രഭാഷണം നടത്തും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അധ്യാപക പരിഷത്തിൻ്റെ NTUവിൻ്റെ 46ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഈ വരുന്ന 10-11 തീയതികളിലായി, അത് വെള്ളി ശനി ദിവസങ്ങളിലായി സ്വർഗീയനായ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗർ, അത് ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. NTU സംസ്ഥാന സമ്മേളനം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഗണേഷ്, MP ബിജോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13 ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി തിരുവല്ലോമലയിൽ കുംഭമേള സംഘടിപ്പിക്കും. ജനുവരി 11, 12 തീയതികളിലായി തിരുവല്ലോമല, പാമ്പാടി, ഭാരതപ്പുഴയിലാണ് കുംഭമേള നടക്കുകയെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി സ്ഥാപിച്ച ആദ്യ ശങ്കര അദ്വൈത അഖണ്ഡയുടെയും മറ്റു ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലാണ് പരശുരാമ ക്ഷേത്രത്തിലെ 3ാമത്തെ കുംഭമേള നടക്കുന്നത്. കേരളത്തിലെ ആദ്യ 2 കുംഭമേളകൾ കാലടിയിൽ, പെരിയാറിലാണ് നടന്നതെങ്കിലും ഭാരതപ്പുഴയിലെ ഭാരതഖണ്ഡത്തിൽ ഇതം പ്രഥമമാണ്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 108 സന്യാസി വര്യന്മാർ പങ്കെടുക്കും. പരിസ്ഥിതി സെമിനാർ, നാരായണീയം പാരായണം, സന്യാസി സംഗമം, നീള ആരതി എന്നിവയാണ് കുംഭമേളയുടെ ഭാഗമായി നടത്തുന്ന പ്രധാന പരിപാടികൾ. പാമ്പാടി നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിലും ഭാരതപ്പുഴ കടവിലുമാണ് പരിപാടികൾ നടക്കുന്നത്. ഭാരതപ്പുഴ സംരക്ഷണത്തിനു കൂടി പ്രാധാന്യം നൽകിയാണ് കേരള കുംഭമേള സംഘടിപ്പിക്കുന്നത്. പുഴ സംരക്ഷണത്തിനായി പ്രത്യേക പ്രൊജക്ട് സെമിനാറിന്റെ ഭാഗമായി അവതരിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, മറ്റു പ്രഗത്ഭ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 11 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആചാര്യവരണം, 5 മണിക്ക് നിളയിൽ മഹാനദി സങ്കല്പ പൂജ എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് 2:30 നാരായണീയ പാരായണം, പ്രഭാഷണം, തുടർന്ന് 4:30 മുതൽ വൈകിട്ട് 6 മണി വരെ സന്യാസി പൂജ, നീളനദി ആരതി എന്നിവയോടെ കുംഭമേളയ്ക്ക് സമാപനം കുറിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാഹചര്യങ്ങളിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ മറ്റുള്ള അഴിമതിയുടെയും ഒക്കെ ഒരുപാട് വാർത്തകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ട ശ്വാസം ലഭിക്കേണ്ട പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല എന്ന ആ ഒരു വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് സന്യാസി സമൂഹം കാണുന്നത്. ഇത്തവണ 2025 ഇവിടെ ജനുവരി മാസത്തിൽ തന്നെ പ്രയാഗ്രാജിൽ ആരംഭിക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് തന്നെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ വലിയ കുംഭമേളയോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ ആ കുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി മാസം 11, 12 തീയതികളിൽ നമ്മൾ പാമ്പാടി ഭാരതപ്പുഴ കടവിൽ വെച്ച്, പാലം കടവിൽ വെച്ചിട്ട് ലഘുപുഷ്കർ എന്ന ലഘു കുംഭമേള സംഘടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് പട്ടിണി പ്രതിദിനം മരിക്കുന്ന ആളുകളുടെ എണ്ണം 1000 ആണ്. 1000 പേർ
24 മണിക്കൂർ വിശപ്പ് കൊണ്ട് മരിക്കുന്നു. അത് ഒരു കൊല്ലമാകുമ്പോൾ 24 ലക്ഷം ആളുകളാണ് ഒരു വർഷം കഴിയാൻ വയ്യാതെ മരിക്കുന്നത്. നമ്മുടെ ഇരിക്കുന്ന സദസ്സിലെ പ്രിയപ്പെട്ട അമ്മമാരെല്ലാവരും ഇത് കഥ കേൾക്കുന്ന പോലെ കേട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ വിശപ്പിനെ കുറിച്ച് ഒരു മരണം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശപ്പിനെ കുറിച്ചൊരു മരണം ഉണ്ടായിട്ട് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾ പോയി കട വാങ്ങിച്ച് അരി വാങ്ങിച്ച് ഇനി രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ടെൻഷനില്ലാത്തവരാണ്. ഞാൻ കുറ്റപ്പെടുത്താറില്ല. നമുക്കതിൻ്റെ ഗൗരവം പിടികിട്ടിയില്ല. സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM മുഹമ്മദ് ഷെരീഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺമാരായ KV ഉമൈവ, കരിഷ്മ, K. വത്സൻ, CDS ചെയർപേഴ്സൺ IG മിനി, ബാങ്ക് സെക്രട്ടറി MV കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, മുൻ ജീവനക്കാർ തുടങ്ങിയവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ശില്പശാല നടത്തി. സംരംഭകത്വ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ED ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല ഒരുക്കിയത്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സംരംഭകത്വ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോളേജിലെ സെമിനാർ ഹാളിൽ ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജിലെ സംരംഭകത്വ വികസന ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് യാസിൻ, മുഹമ്മദ് ദിൽഷാദ്, റിഫൈദ, നിഫാൽ, റാനിയ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ED ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ P. ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് വിഭാഗം ഹെഡ് VK മുരളീധരൻ, കോളേജ് യൂണിയൻ പ്രതിനിധി സബാഹ് തൻവീർ, റിംസാന തസ്നി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം വെർച്വൽ PETC എന്ന സ്ഥാപനമായി ഉയർത്തണമെന്ന ആവശ്യത്തിന് ഇതുവരെ പരിഹാരം കാണാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഷൊർണൂർ സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹരിമോഹനൻ P. K. പരമേശ്വരൻ, കോമളം PK കുളപ്പുള്ളി എന്നിവർ കാർഡുകളുമായാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭ അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻ്ററാക്കി ഉയർത്തി സർക്കാർ അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് 19/8/2024 ഷൊർണൂർ നഗരസഭ ജനറൽ സൂപ്രണ്ടിന് നൽകിയ ഉദ്യോഗാർത്ഥികൾ ഒപ്പിട്ട് നൽകിയ നിവേദനത്തിന് ഇതുവരെയായിട്ടും മറുപടി ലഭിച്ചില്ല. നിവേദനം സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിക്ക് കൈമാറാനും വേണ്ടിയായിരുന്നു സെക്രട്ടറിക്ക് കൈമാറിയിരുന്നത്. ഷൊർണൂർ സാധിച്ചിട്ടുള്ള അയ്യങ്കാളി സ്മാരക പട്ടികജാതി പരിശീലന കേന്ദ്രം സർക്കാർ അംഗീകരിച്ച് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻ്ററായി ഉയർത്തുക സമീപ പഞ്ചായത്തുകളെയും നഗരസഭകളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് കൂടി പ്രയോജനം. വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ചയാണ് സംഭവം. കിളിമംഗലം പളുങ്കൽ ശിവക്ഷേത്രത്തിന് സമീപം പള്ളിക്കര വീട്ടിൽ 77 വയസ്സുള്ള സുഭദ്രയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കമിഴ്ന്നു കിടക്കുന്നതായി കണ്ടെത്തിയത്. തനിച്ചു താമസിച്ചിരുന്ന സുഭദ്രയെ വ്യാഴാഴ്ച പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുകയും ചേലക്കര പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ വീട് തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു. തെളിമ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മണികണ്ഠൻ, പ്രസാദ്, PTA പ്രതിനിധി പ്രമോദ്, ട്രിനിറ്റി ആശുപത്രി ഡോക്ടർ ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല സ്വാഗതവും സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ ഷിബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി വാർഷികാഘോഷം ജനുവരി 11 ശനിയാഴ്ച നടക്കും. ആഘോഷ പരിപാടികൾ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ജംബൂരി 25 എന്ന പേരിലാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 2:30 ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ SN ട്രസ്റ്റ് RDC കൺവീനർ CC ജയൻ അധ്യക്ഷത വഹിക്കും. മുഖ്യപ്രഭാഷണം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിക്കും. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഷാജി K തയ്യിൽ, ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ, PTA പ്രസിഡന്റ് സുധീഷ് KS, ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് M അരവിന്ദാക്ഷൻ, NR സതീന്ദ്രൻ, TN ശ്രീനിവാസൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. സെൻട്രൽ സ്കൂൾ 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്.
നമ്മുടെ ഈ ഷൊർണൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ 25 വർഷം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പോയെങ്കിലും 30 വർഷം മുൻപ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങളെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ആ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഷൊർണൂർ മേഖലയിൽ SNTS കോളേജ് സ്ഥാപിതമായത്. MB മൂത്തട്ട് മോഡിൽ SNTS കോളേജ് സ്ഥാപിതമായത്. അതിനുശേഷമാണ് ഷൊർണൂരിൽ ഉൾമേഖലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് CBSE സിലബസിലൂടെ വിദ്യാഭ്യാസം നേടണമെന്ന ലക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം നമ്മോട് സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ SNTS ചെയർമാൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ പ്രാരംഭ നടപടിക്ക് തുടക്കം കുറിച്ചത്. ഷൊർണൂരിലെ പ്രമുഖ വ്യവസായിയായിരുന്ന MB മൂത്താട്ട് നൽകിയ ഈ 13.5 ഏക്കർ സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ സ്ഥാപനം സ്ഥാപിക്കപ്പെടുന്നത്. ഈ 25 വർഷം പിന്നിടുമ്പോഴും ഈ 10,000-കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്കൂളിൽ പഠിച്ചിറങ്ങുന്നതിനേക്കാൾ അവരുടെ സംസ്കാരത്തിലായാലും വിദ്യാഭ്യാസ നിലവാരത്തിലായാലും വലിയ മാറ്റം ഉൾപ്രദേശങ്ങളിലെ ഷൊർണൂർ മേഖലയിൽ നമുക്കുണ്ടാക്കാൻ ഈ സ്കൂളുകളിൽ സാധിച്ചിട്ടുണ്ട്. അലുമിനി പ്രസിഡന്റ് കാർത്തിക് സമ്മാന വിതരണവും നിർവഹിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ കനകലത സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ വിനോദ് ആർ നന്ദിയും പ്രകാശിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വാർത്താസമ്മേളനത്തിൽ ലോഗോ പ്രകാശനവും നടന്നു. SNTS RDC CC ജയൻ ലോഗോ പ്രകാശനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ കനകലത, സ്കൂൾ PTA പ്രസിഡന്റ് സുധീഷ് KS, വൈസ് പ്രിൻസിപ്പൽ വിനോദ്, വാർഷികാഘോഷങ്ങളുടെ കോർഡിനേറ്റർ അനിതകുമാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. മേലെ വെട്ടിക്കാട്ടിരി മഖാമിൽ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും. ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വർഷവും അതിവിപുലമായി നടത്തുന്ന മേലെ വെട്ടിക്കാട്ടിൽ അന്തരീക്ഷം കൊള്ളുന്ന സയ്യിദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ ഖദ്ദസ് മഹാനവറുകളുടെ ആണ്ടുനേർച്ച, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇതര മതവിശ്വാസികൾ അവിടെ വരും, നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ശ്രീ പുഷ്കരത്തുള്ള കുഞ്ചിത്തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് നടക്കുന്ന കൊടിയുയർത്തൽ ചടങ്ങ് ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ വെട്ടിക്കാട്ടി നിർവഹിക്കും. ചടങ്ങിൽ നിരവധി മതപണ്ഡിതന്മാരും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് അജ്മീർ മൗലൂദ് എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഖത്തുമ്മൽ ഖുർആൻ, മൗലീദ് മജ്ലിസ് എന്നിവ നടക്കും. 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മഹാ അന്നദാനവും നടക്കും. വൈകിട്ട് 4 മണിക്ക് കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗുർദ മജ്ലിസ്, 7 മണിക്ക് നടക്കുന്ന ആത്മീയ ദുവാ സമ്മേളനം സയ്യിദ് അൻവർ ഷാ തങ്ങൾ ഹൈദ്രോസി നീലഗിരി ഉദ്ഘാടനം ചെയ്യും. കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ദുവാ സമ്മേളനം നടക്കുമെന്നും ഭക്ഷണത്തിന് വരുന്നവർ നിർബന്ധമായും ടോക്കൺ കൊണ്ടുവരണമെന്നും ഭാരവാഹികളായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ, നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി, സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് അലി, ഷാജി, മറ്റു ഭാരവാഹികളായ KP നിഷാദ്, PA ആദം എന്നിവർ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ RMSലെ സബ് റെക്കോർഡ് ഓഫീസർ TR സന്തോഷ് കുമാറിന് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസർമാർ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. മകരച്ചുവ മഹോത്സവത്തിന് ഒരുങ്ങി മുള്ളൂർക്കര ശ്രീ കുറുമ്പക്കാവ്. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല, ഭജന, ദേവീദർശനത്താൽ, ഉഴിഞ്ഞെടുക്കൽ, പ്രസാദ വിതരണം, പറ സമർപ്പിക്കൽ എന്നിവ നടക്കും. കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ക്ഷേത്രം പൂജാരി ദേവിയമ്മ നേതൃത്വം നൽകി. ദേശത്തിലെ മുതിർന്ന അംഗം ആശാരി സുകുമാരൻ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി കളരിക്കൽ സേതു പണിക്കർ തന്റെ കൈവശമുള്ള അപൂർവമായ താളിയോലയിൽ രചിച്ച് തയ്യാറാക്കിയ ശ്രീദേവി മഹാത്മ്യം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. തുടർന്ന് അതിഗംഭീരമായ മേളവും നടന്നു.
തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഇരുനിലംകോട് രാഘവൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ ഭജനയും മകരച്ചൊവ്വ ദിവസമായ 14-ാം തീയതി കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം ഗജവീരന്റെ എഴുന്നള്ളിപ്പോടുകൂടി മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നിരവധി കുട്ടികളുടെയും സ്ത്രീകളുടെയും അകമ്പടിയോടെ താലമേന്തി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാർ പീഡന കേസ്. കുട്ടികളുടെ മാതാപിതാക്കൾ പ്രതികൾ. ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തി CBI അന്തിമ കുറ്റപത്രം എറണാകുളം CBI കോടതിയിൽ സമർപ്പിച്ചു. കുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്ത കുറ്റം പീഡന വിവരം മറച്ചുവെച്ചെന്നും പോലീസിൽ വിവരം അറിയിച്ചില്ലെന്നും CBI കണ്ടെത്തൽ. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ. സ്വർണ്ണക്കപ്പ് തൃശൂരിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ടീം അംഗങ്ങൾക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. വിജയദിനം ആഘോഷിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾ. കണയം 1-ാം വാർഡ് വികസന മുന്നണിയുടെ പേരിൽ പുറത്തിറങ്ങിയ നോട്ടീസ് ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ലക്ഷ്മണനെയും CPM-നെയും അപകീർത്തിപ്പെടുത്താൻ മാത്രമാണെന്ന് CPM. വികസന മുരടിപ്പാണെന്ന് കാണിച്ച് വ്യക്തിഹത്യ നടത്തിയതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിലർ ലക്ഷ്മണൻ. ഒരു വികസന പ്രവർത്തനങ്ങൾക്കും താൻ എതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്നും 14-ാം വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ. അഴിമതി കാണിച്ച JHIയെ മുതുതല പഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയിട്ടും തീരുമാനം മറച്ചുവെച്ച് ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. അഴിമതിക്കാരെ ഗ്രാമപഞ്ചായത്ത് വച്ചുപൊറുപ്പിക്കില്ല. വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷമായിട്ടും ബസ് റൂട്ട് അനുവദിച്ചില്ല. കോട്ടായി മേഖലയിലെ മന്തംപുള്ളി, മൂലോട്, ആനിക്കോട് റൂട്ടിൽ യാത്രാ ദുരിതം. അധികൃതരുടെ ഭാഗത്തുനിന്നും സത്വര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം. വരൾച്ചയെ പ്രതിരോധിക്കാൻ തടയണ നിർമ്മാണവുമായി വളയിട്ട കൈകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ NREGS തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടനംകുറിശി വലിയ തോട്ടിൽ തടയണ നിർമ്മാണം പുരോഗമിക്കുന്നു. തടയണകൾ നിർമ്മിക്കുന്നത് വേനലിൽ ജനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ. പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സർക്കാർ തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ്. കലാകായിക മത്സരങ്ങളിൽ പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ തഴയപ്പെടുന്നത് പുനഃപരിശോധിക്കണമെന്നും ജയപ്രകാശ്. പ്രൈവറ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കായിക മത്സരം പറളി സ്കൂളിൽ ജനുവരി 11-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.